അതൊക്കെ ഇനിയുള്ള അന്വേഷണത്തിൽ പോയി. കേരളം കണ്ടതിലെ ഏറ്റവും കള്ളനായ രാഷ്ട്രീയ നേതാവ്, കേരളം കണ്ടതിലെ ഏറ്റവും തട്ടിപ്പുകാരനായ അഴിമതിക്കാരനായ രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയൻ എന്ന് ഈ അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടാൻ പോവുകയാണ്. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ പോലെ ഒരു നിമിഷം പോലും തൽസ്ഥാനത്ത് തുടരാൻ ഈ കേസിൽ ഇനി എന്ത് ബഹുമാനപ്പെട്ട സംസ്ഥാന സെക്രട്ടറി പറയുമെന്ന് എനിക്കറിയത്തില്ല. ഇതുവരെ പറഞ്ഞിരുന്നത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ്. നിങ്ങൾക്ക് എന്താ കാര്യം? നിങ്ങൾക്ക് എന്താ അതിന് ആകുലത? 2 കമ്പനികൾ തമ്മിൽ ഇടപാടാണ്. 2 കമ്പനികൾ തമ്മിൽ നടക്കുന്ന കാര്യമല്ല ഈ കേസിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഈ സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയുള്ള കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ KSIDCക്ക് 13.4% ഷെയർ ഉള്ള CMRL കമ്പനിയിലാണ് ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത്. ആ തട്ടിപ്പ് നടന്ന CMRL കമ്പനിയുടെ ഷെയർ ഹോൾഡറായ KSIDC ഉള്ളപ്പോൾ ആ തട്ടിപ്പ് നടന്ന കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയായിരിക്കുന്നു. സംസ്ഥാനത്തിൻ്റെ ഒരു വലിയ നഷ്ടത്തിന് മുഖ്യമന്ത്രി കാരണമായ തട്ടിപ്പ് കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ പ്രതിയാണ് എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയാണ് പ്രതി. ഒരു നിമിഷം പോലും ഇനി ധാർമ്മികതയുണ്ടെങ്കിൽ, ധാർമ്മികത എന്ന് പറയുന്നത് പിണറായി വിജയനില്ല, പക്ഷേ ഈ കേസിൽ അദ്ദേഹത്തിന് രാജിവെക്കാതെ മുമ്പോട്ട് പോകാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു, ഒരു നിമിഷം പോലും തൽസ്ഥാനത്ത് തുടരാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അർഹതയില്ല. കേരളം കണ്ടതിലെ ഏറ്റവും വലിയ കൊള്ളയാണ് ഇന്ന് SFI അന്വേഷണത്തിലൂടെ. ഇവിടെ എന്തു പറഞ്ഞാലും ഇപ്പൊ ഇത് ഇത്രയും ദിവസം എന്താ പറഞ്ഞോണ്ടിരുന്നത്? CPM-ഉം BJP-യും തമ്മിലുള്ള ഗൂഢാലോചനയാണ് ഈ കേസ് പുറത്തു വരും. അന്ന് ഞാൻ പറഞ്ഞില്ലേ ഇത് കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട്, പുറത്തു വരുമെന്ന്. ഇനി എന്താ പറയുന്നത്? അവിടെ ഇത് അന്വേഷിച്ചാൽ പറയും CPM-ഉം, അന്വേഷിച്ചാൽ പറയും കോൺഗ്രസുമായിട്ടുള്ള ഗൂഢാലോചന, അന്വേഷിച്ചില്ലേ പറയും CPM-ഉമായിട്ടുള്ള ഗൂഢാലോചന. ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. നിങ്ങൾക്കേറെ എല്ലാവർക്കും കഴിഞ്ഞ 10-15 വർഷമായിട്ട് അല്ലെങ്കിൽ 10-25 വർഷമായിട്ട് ആ മനുഷ്യനെ നന്നായിട്ട് അറിയാം. ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന വ്യക്തിത്വമാണ് നരേന്ദ്രമോദി എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ധരിക്കുന്നവൻ മടയനാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ഒരു കൊള്ളക്കാരനെയും ഈ രാജ്യത്ത് ജീവിക്കാൻ അനുവദിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമല്ല BJP. ഞങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയാണ്. അതിന് ശക്തമായ, സംസ്ഥാനത്തും ഞങ്ങൾക്ക് ശക്തമായ നേതൃത്വം, ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നേതൃത്വമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കേസ് എത്തേണ്ടിടത്തെത്തി അത് കൃത്യമായ നിയമ നടപടിയിലേക്ക് ചലിക്കും എന്നുള്ള കാര്യത്തിലൊരു സംശയം. ഷോൺ ജോർജ് പരാതിക്കാരൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ പ്രതി ചേർത്ത SFIO കുറ്റപത്രം. പ്രോസിക്യൂഷൻ നടപടികൾക്ക് കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം അനുമതി നൽകി. സേവനം നൽകാതെ 2,70,00,000 രൂപ വീണ വിജയൻ കൈപ്പറ്റി എന്നതാണ് കണ്ടെത്തൽ. 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. ഇതിൽ മറ്റ് രാഷ്ട്രീയ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഏതായാലും മുഖ്യമന്ത്രിയുടെ മകളെ പ്രതി ചേർക്കാനുള്ള തീരുമാനം, പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുവാദം നൽകിയിരിക്കുന്നു കമ്പനികാര്യ മന്ത്രാലയം. അതിനുശേഷം പരാതിക്കാരനായ ഷോൺ ജോർജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു.